ബീഹാറിൽ അതീവ ജാഗ്രതയിലാണ് ഭരണകക്ഷിയായ ജെഡിയു. 8 മാസത്തിനിപ്പുറം നടക്കുന്ന തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം ബി.ജെ.പി. ഒറ്റയ്ക്ക് തുടങ്ങിയതിന്റെ ഞെട്ടലിലാണ് ജെഡിയുവും നിതീഷ് കുമാറും നിൽക്കുന്നത്. കാരണം ബീഹാർ ജെഡിയു ഭരിക്കുന്നത് ബി.ജെ.പിയുടെ പിന്തുണയോടെയാണ്. അവിടെ ജെഡിയുവിനെ കൂട്ടാതെ ബി.ജെ.പി. ഒറ്റയ്ക്ക് തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള നീക്കമാണ് നടക്കുന്നത്. ആദ്യപടിയായി തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് നീക്കം തുടങ്ങിയത് RSS ആണ്. ബി.ജെ.പി. വമ്പൻ ഭൂരിപക്ഷത്തിൽ വിജയം നേടിയ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അവർക്ക് മുന്നേ കളത്തിലിറങ്ങിയ RSS തന്നെയാണ് ബീഹാറിലും പോരാട്ടം നയിക്കുന്നത്. ഇക്കഴിഞ്ഞ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും ഹരിയാനയിൽ എക്സിറ്റ് പോളുകൾ കോൺഗ്രസിന് വിജയം പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പിലുമെല്ലാം അടിത്തട്ടിൽ RSS പ്രവർത്തനങ്ങൾ തെളിഞ്ഞു നിന്നതാണ് ബി.ജെ.പിയുടെ വിജയരഹസ്യമായി മാറിയത്. ജനസംഘകാലത്ത് മുതൽ തന്നെ RSS തുടങ്ങിവെച്ച പ്രത്യയ ശാസ്ത്രമാണ് ബി.ജെ.പിയുടെ കെട്ടുറപ്പിന്റെ കാതൽ എന്ന് കാണാം. RSS നയിക്കുന്ന വഴിയെ നീങ്ങുന്ന സ്വയം സേവകനായ നരേന്ദ്രമോദിയെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കിയെടുക്കുവാൻ കാലങ്ങൾ നീണ്ടുനിന്ന അജ്ഞാത പ്രവർത്തനങ്ങളും രീതിയുമെല്ലാം RSS നല്ലവണ്ണം പ്രയോഗിച്ചിട്ടുണ്ട്. 2014 ബി.ജെ.പി. കൊയ്തെടുത്തതെല്ലാം ബാബറി പൊളിച്ച് കരസേവകർ ഉണ്ടാക്കിയെടുത്ത ധ്രുവീകരണ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ആകെ തുകയാണെന്ന് കാണാം. ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി ഓരോ സംസ്ഥാനങ്ങളിലും ബി.ജെ.പി. അധീശത്വം ഉറപ്പിക്കാൻ RSS ആദ്യമേ ഇറങ്ങുന്ന കാഴ്ചയാണ് ഉണ്ടാകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലടക്കം ബി.ജെ.പി. വീണുപോയപ്പോൾ RSS തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് തങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നും കാണാം. ആദ്യം ഹരിയാനയിലാണ് സംഘശക്തി ബി.ജെ.പിക്കായി പോരിന് ഇറങ്ങിയത്. തുടർഭരണത്തിന്റെ ഭരണവിരുദ്ധ വികാരത്തിൽ മുങ്ങിത്താണ്ടിരുന്ന ഹരിയാനയിൽ ബി.ജെ.പി. ഹാട്രിക് വിജയത്തിലെത്തിക്കാൻ രഹസ്യ സർവേയും തിരുത്തൽ നടപടിയുമായി അടിത്തട്ടിലേക്ക് സംഘപ്രവർത്തകർ ഇറങ്ങി. അവിടെ വിജയം കണ്ട അണ്ടർഗ്രൗണ്ട് പ്രവർത്തനങ്ങൾ മഹാരാഷ്ട്രയിലും RSS തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ തുടങ്ങി. ഡൽഹി തെരഞ്ഞെടുപ്പിൽ 27 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ബി.ജെ.പിയെ ഭരണത്തിലെത്തിക്കാൻ മുക്കിന് രാഷ്ട്രീയ സ്വയം സേവക സംഘം യോഗത്തിന് ഇറങ്ങിയിരുന്നു. 50,000-ത്തിലധികം യോഗങ്ങൾ ഡൽഹിയിൽ നടത്തിയെന്നാണ് കണക്ക്. ഈ മൂന്നിടങ്ങളെല്ലാം ബി.ജെ.പിയുടെ രാഷ്ട്രീയ പ്രതിച്ഛായയെ മോദി എന്ന നേതാവിനെ അത്യുന്നതിയിലേക്കും പ്രതിഷ്ഠിക്കാനും RSS ശാഖകൾ നടത്തിയ പങ്കപ്പാട് വലുതാണെന്നും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ വിജയങ്ങളുടെ അവകാശവാദങ്ങളിൽ നിൽക്കുന്ന RSS ബീഹാറിലാണ് പുതിയ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഈ വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ തങ്ങളുടെ സഖ്യകക്ഷിയാണെങ്കിലും കസേരച്ചാട്ടത്തിൽ മിടുക്കനായ നിതീഷ് കുമാറിനെ ഒരു വശത്തിരുത്തി ഭൂരിപക്ഷം പിടിക്കാനിറങ്ങുന്ന ബി.ജെ.പിക്കായി കാര്യങ്ങൾ ഒരുക്കുകയാണ് മിഷൻ തൃശൂലിലൂടെ RSS ചെയ്യുന്നത്. ബീഹാറിനൊപ്പം പശ്ചിമ ബംഗാളിലും RSS മിഷൻ തൃശൂൽ എന്ന പേരിൽ പ്രവർത്തന തന്ത്രങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു. RSSന്റെ പ്രാദേശിക ശാഖകളുടെ അതീവ രഹസ്യമായുള്ള സർവേയാണ് മിഷൻ തൃശൂലിന്റെ ആദ്യ ഭാഗം. ബീഹാറിൽ സംഘപരിവാരങ്ങളെല്ലാം പ്രവർത്തനം ഏറ്റെടുത്തു കഴിഞ്ഞു. RSS ശാഖകളുടെ എണ്ണം ബീഹാറിലുടനീളം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളും 8 മാസത്തിനിപ്പുറമുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചെയ്തു കഴിഞ്ഞിട്ടുമുണ്ട്. ബംഗാളിലാകട്ടെ മോഹൻ ഭഗവത് നേരിട്ടിറങ്ങി ഹിന്ദുക്കളെ ഉണർത്താൻ ശ്രമം തുടങ്ങിയിട്ടുമുണ്ട്. ഇതിന്റെ ചൊരുക്കിൽ ബംഗാളിൽ മമത വീഴുമെന്ന് ബി.ജെ.പി. ഇപ്പോഴേ കരുതി കഴിഞ്ഞിരിക്കുകയാണ്.